ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെയാണ് തീരുമാനം. മറ്റ് കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും കെജ്രിവാൾ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തായാലും കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് നാടകീയ നീക്കങ്ങളാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ജയിലിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയപ്പോൾ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തീർച്ചയായും തീർത്തും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ഓഫീസിൽ ഉണ്ടായിട്ടുള്ളത്. ജയിൽ മോചിതനായ ശേഷം ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണവെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി പദം രാജിവെക്കും, പിന്നീട് ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കുന്നതുവരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരും. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.